ഹലോ മക്കളെ, അപ്പം നിങ്ങളുടെ സീനിയേഴ്സൊക്കെ SSLC ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിനി SSLCയിലേക്ക് വരുമ്പം ഇത്രയും കാലം കടന്നു പോയതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസോ ടെക്സ്റ്റ് ബുക്കോ ഒന്നും ആയിരിക്കില്ല. നമ്മളുടെ SSLC ഇനി മുതൽ ടഫ് ആവാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, പക്ഷേ ഞങ്ങളിതേ SSLCയിലേക്ക് വരുന്നേ ഉള്ളൂ, പക്ഷേ ഇതിന് മുൻപ് തന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പേടിപ്പിക്കുന്നത്? ഇത് പേടിപ്പിക്കുന്നതല്ല. ഇപ്പം നമ്മളുടെ മുന്നിൽ ഒരു അപകടം ഉണ്ടാവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് കുറേ മുന്നറിയിപ്പുകൾ കിട്ടാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മുന്നറിയിപ്പുകളൊക്കെ പാലിച്ച് നമ്മൾ വേണ്ട ക്രമീകരണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അപകടം ഒഴിവാക്കി കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഇനി വരുന്ന SSLC കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത്. അതായത് SSLCയിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ ഇനി ഫുൾ A+കളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ SSLCയുടെ നിലവാരം ഉയർത്താൻ വേണ്ടി തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവാൻ പോവാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറാൻ പോവാണ്. ആൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, നിങ്ങൾ അടുത്ത വർഷം വരുന്ന സമയത്ത് നമ്മളുടെ SSLCയുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ആ മാറിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. ഓക്കെ, സാധാരണ നമുക്ക് ഫസ്റ്റ് ടേമിൽ ഒരു 4 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഇത്തവണ ഫസ്റ്റ് ടേമിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും, ഇപ്പോൾ മിസ് ബയോളജിയുടെ കാര്യമാണ് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും മിസ് അത് നല്ല കാര്യമല്ലേ, ചാപ്റ്ററിൻ്റെ എണ്ണം കുറയല്ലേ ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ചാപ്റ്ററിൻ്റെ എണ്ണം കുറഞ്ഞ സമയത്ത് ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് കൂടിയിട്ടുണ്ട്, അതിൻ്റെ ഡെപ്ത് കൂടിയിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ എന്നൊക്കെ ആക്കി പഠിച്ചിട്ടില്ല, 2 ചാപ്റ്റേഴ്സായി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ചാപ്റ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ നല്ല രീതിക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്തായിരിക്കും A+ പോകുന്നത് മാത്രമല്ല, നമ്മൾ വളരെ ടഫായിട്ടുള്ള ഒരു ഫേസിലൂടെ ആയിരിക്കും നിങ്ങളുടെ SSLCയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ SSLCയിൽ പോകുന്ന മക്കൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നാളെ നമ്മുടെ SSLC ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് 7:30 ഒരു ലൈവ് ഉണ്ട്. ഓക്കെ, SSLCയിൽ ഉണ്ടാകാൻ പോകുന്ന, അതായത് നെക്സ്റ്റ് ഇയർ ഇനി SSLCയിൽ പഠിക്കാൻ പോകുന്ന ഓരോ മക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ഫാക്കൽറ്റീസ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും നാളത്തെ ലൈവിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഈ ഒരു ലൈവ് മിസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ SSLCയിലേക്ക് നെക്സ്റ്റ് ഇയർ ഇനി SSLC പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ SSLCയിൽ നിങ്ങളൊരു വലിയ മിസ്റ്റേക്ക് ആയിരിക്കും വരുത്താൻ പോകുന്നത്. അപ്പോൾ SSLCയിലേക്ക് പോകുന്ന മക്കളെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച്, പാറ്റേൺ ചേഞ്ച്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാകുന്നു, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നാളത്തെ ലൈവ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. നാളെ നമുക്ക് കാണാം 7:30 നമ്മുടെ കംപ്ലീറ്റ് ഫാക്കൽറ്റീസിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം നമ്മുടെ കംപ്ലീറ്റ് SSLC ഫാമിലിയിൽ. അപ്പോൾ നാളെ ലൈവിൽ കാണാം 7:30.